റാപ്പർ വേടനെ മുൻവിധിയോടെ അതിലേറെ ധാർഷ്ട്യത്തോടെ 2 ദിവസം വനംവകുപ്പ് വേട്ടയാടി. പുലിയെ വേട്ടയാടി പിടിച്ച് പല്ല് പറിച്ച് ലോക്കറ്റ് കെട്ടി കഴുത്തിലിട്ടു. ഇതിന് പിന്നിൽ ശ്രീലങ്കൻ ബന്ധമുണ്ടോ എന്ന സംശയം എന്ന മട്ടിലൊക്കെയായിരുന്നു അപഹാസ്യമായ ആരോപണങ്ങൾ പോയത്. ഒടുവിൽ പെരുമ്പാവൂർ JFM കോടതിയിലും പൊതുസമൂഹത്തിന് മുന്നിലും പൊളിഞ്ഞു പാളീസായി നാണം കെട്ട് നിൽക്കുകയാണ് വനംവകുപ്പ്. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരായ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിൽക്കില്ലെന്നാണ് കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നത്. വേടന്റെ മാലയിൽ നിന്ന് കണ്ടെടുത്ത വസ്തു പുലിപ്പല്ല് തന്നെയാണോ എന്ന സാമാന്യ സംശയത്തിന്റെ ആനുകൂല്യം കൂടി നൽകാതെയായിരുന്നു വനപാലകരുടെ അമിതാവേശവും അനുപാതരഹിതമായ അധികാര പ്രയോഗവും. കേരളത്തിന്റെ പൊതുസമൂഹവും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളും എന്തിനും വനംവകുപ്പ് മന്ത്രി പോലും ഒടുവിൽ വനംവകുപ്പിനെതിരെ നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. എല്ലാത്തിനും അപ്പുറം ഈ സമൂഹത്തിൽ ഇരട്ട നീതിയുണ്ട് എന്ന വേടന്റെ തന്നെ വാക്കുകളാണ് ഇന്ന് കേരളത്തിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും രാഷ്ട്രീയ ബലമുള്ള പ്രതികരണവും. എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് ആദ്യം കണ്ടുവരാം. RDX 59 സെക്കൻഡിൽ. പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറൊക്കെ തിന്നുന്ന ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. വിവേചനമുള്ള സമൂഹമാണ് നമ്മുടേതെന്നും അവിടെ ഇരട്ടനീതി ഉണ്ടാകുമെന്നുമുള്ള വേടന്റെ പ്രതികരണത്തെ പിന്തുണയ്ക്കുന്നതാണ് പെരുമ്പാവൂർ JFM കോടതിയുടെ ഉത്തരവ്. വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അറസ്റ്റിൽ ജാഗ്രത കുറവുണ്ടായെന്ന് വനമന്ത്രി AK ശശീന്ദ്രനും സമ്മതിച്ചു. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നു. നിയമപ്രകാരം ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിരിക്കും. പക്ഷെ അത് നിയമപ്രകാരം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി ചെയ്താൽ മതിയല്ലോ. ധൃതിപ്പെട്ടുള്ള അറസ്റ്റ് എന്തിനായിരുന്നുവെന്ന് പരിശോധിക്കപ്പെടണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വനംവകുപ്പ് അമിത ആവേശം കാണിച്ചോ എന്ന് പരിശോധിക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. വേടന് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്ന വനംവകുപ്പിന്റെ നിലപാട് തെമ്മാടിത്തരവും അസംബന്ധവുമെന്ന് ജോൺ ബ്രിട്ടാസ് MP ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചു. വേടനോട് സർക്കാർ ചെയ്തത് തെറ്റാണെന്നും ജനസമ്മതിയുള്ള കലാകാരനെ അപമാനിച്ചതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. RDX ന്യൂസ് മലയാളം. വനംവകുപ്പിന്റെ പരിപാടികളെല്ലാമാണ് പൊളിഞ്ഞ് പാളീസായത്. പുലിപ്പല്ല് കേസിൽ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത്. നിലവിൽ മുമ്പിലുള്ള തെളിവുകൾ അനുസരിച്ച് കുറ്റകൃത്യം തെളിയിക്കാനായില്ല. വേടന്റെ മാലയിലെ പുലിപ്പല്ല് യാഥാർത്ഥ്യമാണോ എന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പുലിപ്പല്ല് യാഥാർത്ഥ്യമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണ്. വേടന് പുലിയെ വേട്ടയാടിയെന്ന് വനംവകുപ്പിന് പരാതിയുമില്ല. വേടൻ മുമ്പ് സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടില്ലല്ലോ എന്നും കോടതി പറഞ്ഞു. സമൂഹത്തിൽ ഇരട്ട നീതി എന്നായിരുന്നു വേടന്റെ പ്രതികരണം. വിവേചനമുള്ള സമൂഹമാണ് നമ്മുടേതെന്നും വേടൻ പറഞ്ഞു. നമുക്ക് ആ വാക്കുകൾ കേൾക്കാം. ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 1000-2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറൊക്കെ തിന്നുന്ന ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. വനംവകുപ്പിന് ജാഗ്രത കുറവുണ്ടായെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരനായ വേടൻ നാടിന്റെ സ്വത്താണെന്നും ആണ് ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നു. നിയമപ്രകാരം ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിരിക്കും. പക്ഷെ അത് നിയമപ്രകാരം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി ചെയ്താൽ മതിയല്ലോ. ഈ കണ്ടെടുത്ത പുലിനഖം വനംവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത് അത് ശാസ്ത്രീയമായ പരിശോധന. ആ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം പോരെ എന്നീ ഉത്കണ്ഠകൾ, എൻ്റെ അഭിപ്രായം ഉത്കണ്ഠകൾ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. വനംവകുപ്പിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. ധൃതിപ്പെട്ടുള്ള അറസ്റ്റ് എന്തിനായിരുന്നു എന്ന് പരിശോധിക്കപ്പെടണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പുലിൻ്റെ നഖവും മറ്റേ പല്ലുമെല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയണ്ടായി. എനിക്കൊരാൾ തന്നതാണ്, ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ഒരു ചെറുപ്പക്കാരനോട് എടുക്കേണ്ട നിലപാടല്ല. ആദ്യത്തെ ശരിയായിരുന്നു, കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു. അതിന് കേസെടുത്തു, അതിന് ജാമ്യം കിട്ടി. അപ്പോഴാണ് ഈ മാല കാണുന്നത്. മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത്. വനംവകുപ്പിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. സമാനമായ കേസുകളിൽ വനംവകുപ്പ് എടുത്ത നടപടികൾ പരിശോധിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതങ്ങോട്ട് ഒരു വലിയ കുട്ടി ഘോഷിച്ച് ഒരു ചെറുപ്പക്കാരനെ ഇത് ചെയ്തു. അപ്പോൾ സമാനമായ കേസുകളിൽ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടില്ല എന്നൊരു പൊതു ആക്ഷേപം വന്നിട്ടുണ്ട്. അത് ഗൗരവതരമായി പരിശോധിക്കണം. ഫോറസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി
ഈ ഒരു വാർത്താ പ്രാധാന്യത്തിലും മറ്റു കാര്യങ്ങൾക്കുമായി അയാളെ ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. പുലിപ്പല്ലല്ലേ കണ്ടെത്തിയത്, ആറ്റം ബോംബ് അല്ലല്ലോ എന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. വേടന്റെ അമ്മയ്ക്ക് ശ്രീലങ്കൻ കണക്ഷൻ എന്ന പരാമർശം ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തവുമാണ്. ഇപ്പോഴും അടുക്കളയിലെ കറിച്ചട്ടി പൊക്കാൻ വെമ്പുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരം അത്യുത്സാഹമൊന്നും കേരള സമൂഹം അംഗീകരിക്കില്ലെന്ന് മനസ്സിലാക്കണമെന്നുമാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. വനംവകുപ്പ് കാട്ടിയത് കടുത്ത അനീതിയാണെന്നാണ് വനംവകുപ്പ് മുൻ മേധാവി ഗോപിനാഥ് വള്ളിയിൽ പറഞ്ഞത്. അനാവശ്യ തിടുക്കത്തിലുണ്ടാക്കിയ വേടന്റെ നാടകീയ അറസ്റ്റ് അങ്ങേയറ്റം നാണക്കേടായിരുന്നു. വ്യാജ ആനക്കൊമ്പ് പെട്ടെന്ന് തിരിച്ചറിയാൻ പുലിപ്പല്ലി യാഥാർത്ഥ്യമാണോ എന്നറിയാൻ പെട്ടെന്നാകില്ല. വിവാദ ആനക്കൊമ്പ് കേസ് കൈകാര്യം ചെയ്തതും ഇതേ ഓഫീസെന്നും ഗോപിനാഥ് പറഞ്ഞു. മനുഷ്യപ്പോ ഇന്നും വേടൻ ചർച്ചയിലാണ്. അതായത് വേടന് ജാമ്യം ലഭിച്ചു, വേടൻ പുറത്തിറങ്ങി. പക്ഷേ അത് രാഷ്ട്രീയ വിവാദമായൊക്കെ തന്നെ മാറുന്ന തരത്തിലേക്ക് സജീവമായി ചർച്ചകൾ ഇന്നും നിലനിൽക്കുന്നു. ഇന്നിപ്പോൾ എനിക്ക് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പരിപക്വതയാർന്ന നിലപാട്, അഭിനന്ദനാർഹമായിട്ടുള്ള നിലപാട്, അതൊന്ന് പറഞ്ഞു പോകാനാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത് അതാണ്. ഇന്നിപ്പോൾ പല ആളുകൾ AK ശശീന്ദ്രനെ പരിഹസിക്കുന്നതായിട്ട് കണ്ടു. നേരത്തെ മറ്റൊരു നിലപാടെടുത്തു, ഇപ്പോൾ ഇങ്ങനെ നിലപാടെടുത്തല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മലക്കം മറിച്ചില്ല പരിഹസിക്കുകയാണ് പല ആളുകളും. പക്ഷേ യഥാർത്ഥം അത് തന്നെയല്ലേ വേണ്ടത്. അതായത് അദ്ദേഹത്തിന് മുന്നിൽ ആദ്യമുള്ള വിവരങ്ങൾ വെച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഒരു നാണക്കേടുമില്ലാതെ അദ്ദേഹം തിരുത്തിയിട്ട് ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹം വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈഗോയിൽ നിൽക്കാം. പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹം നേരെ വന്ന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് വസ്തുത മനസ്സിലായതോടെ അദ്ദേഹം തിരിഞ്ഞു നിന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ, ജോൺ ബ്രിട്ടാസ്, VD സതീശൻ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു 10-30 വയസ്സ് മാത്രമുള്ള സമൂഹത്തിലേക്ക് ഉയർന്നു വരുന്ന, ഇനി ഒരുപാട് ദശാബ്ദങ്ങളോളം നമ്മുടെ സമൂഹത്തിൽ നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ കലയുമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു അനീതിക്ക് ഇരയായിരിക്കുന്നു എന്ന കാര്യം വന്നപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നിട്ട് അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്ന വനം വകുപ്പും ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്ന പോലീസും മോശം ചെയ്തല്ലോ, അത് സമ്മതിക്കാതിരുന്നങ്ങ് ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാതെ പോകാം, ഒരു ചെറുപ്പക്കാരൻ പയ്യനല്ലേ എന്ന നിലപാട് അവരാരും സ്വീകരിച്ചില്ല എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമായി. കേരളത്തിൽ ജീവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അപകടത്തിലോ അബദ്ധത്തിലോ നമ്മളെ ആരെങ്കിലുമൊക്കെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ അതിന് ഈ ന്യായത്തെ നോക്കിയിട്ട്, നീതിയെ നോക്കിയിട്ട് ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കൾ ഈ കോൺഗ്രസിലും CPM ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നത് വളരെ ശുഭകരമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നേണ്ടത് അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ എമ്പുരാൻ സിനിമ വന്നപ്പോൾ എമ്പുരാൻ സിനിമ കോൺഗ്രസിനെയും CPM-നെയും അതിനിശ്ചയമായിട്ട് വിമർശിക്കുന്നതാണ്. പക്ഷേ ആരാണ് മുന്നിൽ നിന്നത്? അവർ രണ്ടുപേരുമാണ് നിന്നത്. ഇപ്പോൾ CPM-നെ അങ്ങേയറ്റം നിസ്സാരീകരിച്ച് കളിയാക്കുന്ന സിനിമയാണ് എമ്പുരാൻ. പക്ഷേ അതിനകത്ത് പ്രശ്നം വന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ CPM-ൻ്റെ നേതാക്കളെല്ലാം കൂടെ വന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പരിഹസിക്കുന്ന ഒരു സിനിമ കാണാൻ മുഖ്യമന്ത്രി നേരിട്ട് അവിടെ പോയി ആളുകൾക്ക് മുന്നിൽ. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ചർച്ച നടക്കട്ടെ. രാഷ്ട്രീയമായുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ നിലപാട് നമ്മളെ പരിഹസിക്കുന്നതാണെങ്കിലും സ്വീകരിച്ചാൽ അതിനൊപ്പം നിൽക്കണമെന്നത് VD സതീശനടക്കമുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ കാണിച്ചു കൊടുത്തു. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ നോക്കുന്നു. രണ്ടാമത്തേത് ഈ വേടൻ എന്തൊരു ആശയ വ്യക്തതയുള്ള ആളാണ് എന്നെനിക്ക് വീണ്ടും തോന്നലുണ്ടായി. നിങ്ങൾക്ക് വേദനിച്ചോ എന്നാൽ എനിക്കും വേദനിച്ചു എന്നാണ് അദ്ദേഹം അതിന് ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത്. ഞാൻ പൊതുസ്വത്താണ്, വേടൻ എന്ന കലാകാരൻ നാടിൻ്റെ പൊതുസ്വത്താണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് പൊതുസ്വത്താണ് എന്ന് പറയുമ്പോൾ ഓരോ തവണയും ഈ കേസിനകത്ത് വന്നിട്ട് അനാവശ്യമായിട്ടുള്ളൊരു മാധ്യമ ശ്രദ്ധയിലേക്കും പബ്ലിക്കിലേക്കും അദ്ദേഹം എത്തിയപ്പോൾ, പൊതുശ്രദ്ധയിലേക്കും വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇതിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഏറ്റെടുക്കുകയാണ്. ഞാൻ സമൂഹത്തിൻ്റെ ആകെ സ്വത്താണെന്ന് പറയുമ്പോൾ ഞാൻ നാളെ കഞ്ചാവ് വലിക്കുന്നത് പിടിച്ചാൽ ഇനിയും ഒരു അവസരം എനിക്ക് കിട്ടില്ല. ഞാൻ കുട്ടികളോട് പറയാണ്, കള്ളുകുടിയും പുകവലിയും മോശമാണ്, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കരുത് എന്ന് അയാൾ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതിനോട് ഏതെങ്കിലും വിധത്തിൽ, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഏതെങ്കിലും വിധത്തിൽ റിബല്യസ് ആയിട്ടുള്ള ഒരു നിലപാടല്ല. അദ്ദേഹം പൊതുസമൂഹത്തിനും സംവിധാനങ്ങൾക്കും വഴങ്ങി നിൽക്കാവുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ വന്ന് ക്യാമറകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഞാനിതാ വിജയശ്രീലാളിനായിട്ട് വന്നിരിക്കുന്നത് എന്ന അഹങ്കാര പ്രദർശനം അയാളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. ഒപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ കേരളത്തിൽ സവിശേഷമായ സാഹചര്യത്തെ കൂടി ഇത് വെളിവാക്കുന്നുണ്ട്. അത് ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വം എന്തൊക്കെ വിചാരിച്ചാലും, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് ഉള്ളതെങ്കിലും അത് നടപ്പാക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വശത്തെത്തുമ്പോഴേക്ക് ഇയാളെ ഒരു കൊലയാളിയെ കൊണ്ടുപോകുന്ന പോലെ ആനയിച്ച് കൊണ്ടുപോകുന്ന, കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ ആനയിച്ച് കൊണ്ടുപോകുന്ന സംവിധാനം അവിടെ ഉണ്ടായെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഭരണ നേതൃത്വത്തിൻ്റെയും ജനാധിപത്യപരമായിട്ട് ഇവിടെ ഭരണം നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ നിലപാട് മനസ്സിലാക്കാത്ത ഉദ്യോഗസ്ഥർ ഈ സംവിധാനങ്ങൾക്കകത്തുണ്ട് എന്ന ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വെളിവായി. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ സംഭവിച്ചാൽ പോലും അതിനകത്ത് ഇടപെട്ട് തിരുത്താൻ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും സർവ്വതാ സജ്ജമാണ് എന്നൊരു പോസിറ്റീവ് മെസ്സേജ് കൂടെ നമുക്ക് കിട്ടിയെന്നാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത്. ഈ വേടൻ എന്ന പേര് ഫോറസ്റ്റുകാർക്ക് പൊതുവെ ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അത് ഒരു തമാശ മട്ടിൽ പറഞ്ഞു പോയതാണെങ്കിലും ഒരു പരിധിവരെ അതിൽ വാസ്തവമുണ്ടെന്നാണ് ഞാനിപ്പോൾ അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഈ കേസ് ഇത് വേടനെതിരെ വരുമായിരുന്നു.
ഇപ്പോഴത്തെ ഈ റെയ്ഡ് ഒക്കെ നടന്നില്ലെങ്കിൽ കൂടി ഈ പുലിപ്പല്ല് കേസ് വേടനെതിരെ വരുമായിരുന്നു. കാരണം നിരന്തരം ഈ കാര്യത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ കൈമാറുകയോ അല്ലെങ്കിൽ ഇതൊരു പരാതിയായി എത്തിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനം സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വേടൻ പറയുന്നതിനോട്, വേടൻ്റെ രാഷ്ട്രീയത്തോട് കടുത്ത ശത്രുതയുള്ള ആളുകൾ ഈ നാട്ടിൽ അവശേഷിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ തന്നെയാണ് ഈ പരാതിയുടെ രൂപത്തിൽ പലപ്പോഴായി ചെന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെ യുക്തിസഹമായി നീതിപൂർവം വിലയിരുത്തുക എന്നുള്ളതാണല്ലോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും അവരത് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർവ്വകാല ചരിത്രം വെളിപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ഒരു കാര്യം അറിയാമല്ലോ സനീഷ, ഇതുപോലെ തന്നെ ഒരു കേസാണ്, ഇതുപോലെ തന്നെ എന്നല്ല മറ്റൊരു തരത്തിൽ ഇപ്പോൾ എത്രയോ ആദിവാസികൾ ഈ ഫോറസ്റ്റ് കേസുകളിൽ കുടുങ്ങി ജയിലിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ മൈത്രേയൻ ഫേസ്ബുക്കിലൊരു കഴിഞ്ഞ 2023 ഒരു വാർത്ത പങ്കുവച്ചിട്ടുണ്ട്. അത് പഴയ വാർത്തയാണ്, നമ്മളെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ വന്നതാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഇതേതെങ്കിലും മാധ്യമത്തിൽ വാർത്ത വന്നു. എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്ത തന്നെയാണ്. അതായത് ഒരു മലവേട വിഭാഗത്തിൽപ്പെട്ട സുരേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ സഞ്ചിയായിട്ട് പോകുമ്പോൾ അയാൾ വഴിയിൽ കിട്ടിയ 2 ആമക്കുഞ്ഞുങ്ങളെ എടുത്ത് സഞ്ചിക്കകത്തിട്ടു. ഈ ആമക്കുഞ്ഞുങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിട്ട്, അതായത് കുറേ ആമകളുണ്ട്, അതിൽ കണ്ടതിൽ 2 ആമകൾ ഈ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ട് നേരെ പിടിച്ച് ജയിലിലേക്ക് ഇടുകയാണല്ലോ. അതായത് ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുന്നു, പിന്നെ ഇറങ്ങുന്നു, ജാമ്യക്കാരനെ കാണാതെ പോയി എന്ന് പറഞ്ഞ് വീണ്ടും പിടിച്ച് ജയിലിലിടുന്നു. അങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പദ്ധതിയാണ്. ഇങ്ങനെയാണ് നിയമത്തിൻ്റെ ആ സൂചിക്കുഴലിലൂടെ മാത്രമേ ഇവർ സഞ്ചരിക്കുകയുള്ളൂ. അതിനപ്പുറത്ത് നീതി എന്നത് ഇവരുടെ കയ്യിലില്ല. ഇവിടെ സനീഷ് പറഞ്ഞതിൽ എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം സജീവമായി ഇപ്പോൾ പ്രതികരിച്ചു, ശരിയാണ്. പക്ഷേ ഇവരെല്ലാം ആ പ്രതികരണത്തിലേക്ക് എത്തിച്ചത് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. ആ കോടതിയെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറയാനുണ്ട്. കാരണം ഈ എല്ലാ സിസ്റ്റവും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒന്നാണ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസ്. മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെടുത്തു. ആ ആനക്കൊമ്പ് കണ്ടെടുത്തപ്പോൾ എന്താണ്, കേന്ദ്രത്തിൽ അതിന് പ്രത്യേക അനുമതി മേടിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ, ഈ വനംവകുപ്പ്. ഒപ്പം ഇത് എല്ലാവരും ഈ അന്നത്തെ വനം മന്ത്രി അടക്കം എല്ലാവരും ഒപ്പം നിന്നുകൊണ്ടാണ് ഈ ആനക്കൊമ്പ് തിരിച്ച് മോഹൻലാലിന് കൈമാറുന്നത്, ഈ പ്രശ്നം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, കേസ് പിൻവലിക്കാൻ ആവർത്തിച്ച് ശ്രമിക്കുന്നത് കോടതിയിൽ. അത് അങ്ങനെ പറ്റില്ല, ഈ കേസ് നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞത് ഇതേ കോടതിയാണ്. ഈ പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ആ കേസ് നിൽക്കുന്നതാണെന്ന് പറഞ്ഞത്. ആ കോടതി തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഈ കേസ് നിൽക്കുന്നതല്ല എന്ന്. അതിലൊരു കൗതുകമുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ചേർത്തോട്ടെ. നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ ഇത് 2 പക്ഷമുണ്ട് എന്ന്, അതായത് വേടൻ പാടുന്ന പാട്ടിലെ രാഷ്ട്രീയത്തോട് എതിർ നിൽക്കുന്ന ഒരു വലിയ പക്ഷമുണ്ട് എന്നതുകൂടെ നമ്മൾ ഹർഷൻ ഇപ്പോൾ പറഞ്ഞല്ലോ, എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെ നോക്കിയാൽ വളരെ കൗതുകമുള്ളൊരു കാര്യമുണ്ട്. ഈ സംഭവം വന്നപ്പോൾ, വേടൻ്റെ ഈ സംഭവം വന്നപ്പോൾ, ഒന്ന് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ്, അത് നമുക്ക് മാറ്റിവെക്കാം, അദ്ദേഹം നമ്മുടെ വലിയ താരമാണ്. പക്ഷേ മറ്റൊന്ന് കേന്ദ്രമന്ത്രിയും സിനിമാ താരവുമായിട്ടുള്ള സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കിടക്കുന്നുണ്ടല്ലോ ഈ കാര്യം എന്ന് ചോദിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ആകെ ചോദ്യങ്ങൾ വന്നു, ചില പരാതികൾ പോലും അവിടെ വന്നു. എന്താ സുരേഷ് ഗോപിയുടെ പ്രത്യേകത ഈ വിഷയത്തിൽ? ഉന്നത കുലജാതനായിട്ട് ജനിക്കണം, ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേടൻ പാടുന്ന പാട്ടിൽ ഞാൻ പുലയനല്ല പറയാനല്ല, നീ ഒരു തമ്പുരാനല്ല, നീ ആണാ തന്നെ ബീപ്പ് അല്ല എന്ന് പറഞ്ഞാൽ പാടിയല്ലോ. അതിൽ ഈ പറയുന്ന തമ്പുരാനുമല്ല എന്ന് പറഞ്ഞ് നേരെ എതിർപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ആളാകാൻ വേണ്ടിയിട്ട് അടുത്ത ജന്മത്തിലെങ്കിലും പറ്റണം എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി എതിർപക്ഷത്തുകൂടെ വന്നു എന്നാണ് ഈ സംഭവങ്ങളുടെ ആകെ കൗതുകത്തിൽ ഒന്ന്. അതെ അതെ, ഇന്നത്തെ കൊണ്ട് ഈ വിഷയം അവസാനിക്കുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇനി ശരിക്കും വേടൻ എന്ന പേരാണോ വനംവകുപ്പിനെ പ്രകോപിപ്പിച്ചതെന്ന് അറിയില്ല. ശരിക്കും പുലിയെയും നരിയെയും ഒക്കെ വേട്ടയാടുന്നവനാണ് ഈ പാട്ടുകാരനെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കരുതി കാണുമോ എന്നും പറയാനാവില്ല. വേടൻ്റെ പാട്ടുകളും അതിന് കിട്ടുന്ന വമ്പൻ ജനപ്രീതിയും തന്നെയാണ് സത്യത്തിൽ പ്രകോപനമായിട്ടുള്ളത്. കുറച്ച് അമ്മാവൻ സിൻഡ്രോമും വർക്കായിട്ടുണ്ടാവണം. കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും എന്നൊക്കെ പാട്ടെഴുതി പാടിയിട്ടുണ്ട് വേടൻ. ഏതായാലും 2 ദിവസം ആ കലാകാരനെ പരമാവധി ദ്രോഹിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞു. കൂട്ടിലിട്ട മൃഗത്തെ പോലെ കൊണ്ടു നടന്ന് പ്രദർശന വസ്തുവാക്കാനും സാധിച്ചു. കാട്ടാന കൊലപാതകങ്ങൾ ആവർത്തിക്കുമ്പോൾ, അതിൽ ജനരോഷം ഉയരുമ്പോൾ ഞങ്ങൾക്ക് വണ്ടിയില്ല എന്ന് പരിതപിക്കുന്ന വനംവകുപ്പിന് വേടനെ കൊണ്ടു നടത്താൻ ആവശ്യത്തിന് വണ്ടിയുണ്ട്, ഇടത്തും വലത്തും കൂച്ചിക്കെട്ടി പിടിച്ചുകൊണ്ടു പോകാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. പ്രതിസ്ഥാനത്ത് സമാന ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്ന RDX ആവർത്തിക്കുന്നു, ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്ന മറ്റു പ്രശസ്തരായവർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നോ സമീപനം? വേടൻ്റെ ഇന്നത്തെ പ്രതികരണം പ്രതിധ്വനിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ 2 നീതിയാണ് എന്ന്. അതിൽ ജാതിയുണ്ടെന്ന് കൂടി RDX കൂട്ടിച്ചേർക്കുന്നു.